أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا صدق الله العلي العظيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്തു തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് അൽ കഹഫിലെ ആദ്യത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ഈ ആദ്യത്തെ ആയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം അതിലിന് ബാക്കിയുള്ളത് വലം യജ്അൽ ലഹു ഇവജ എന്ന പാർട്ടാണ്. അതിനുമുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതിൽ ഒരു ചെറിയ കറക്ഷൻ എന്ന് പറയുന്നത്, അതായത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തൻ്റെ ദാസന്, തൻ്റെ അടിമയ്ക്ക് വേദഗ്രന്ഥം നൽകിയവൻ അള്ളാഹു, അവനാണ് സർവസ്തുതിയും. അവിടെ നമ്മൾ അബ്ദും കിതാബും സൂചിപ്പിച്ചപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശേഷണമാണ് അബ്ദ് എന്ന് പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞപ്പോൾ സൂറത്തുൽ ഇസ്രായിലെ ഒരു ആയത്ത് കോട്ട് ചെയ്തിരുന്നു, ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ. ആ ആയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അത് ഇബ്രാഹിം നബിയെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല വാസ്തവം. അത് ഒരു ടങ് ഓഫ് സ്ലിപ്പാണ്, അല്ല സ്ലിപ്പ് ഓഫ് ടങ് ആണ്, അല്ലേ, നാവ് തെറ്റിയതാണ്. എന്താ, അത് ഇബ്രാഹിം നബിയെ കുറിച്ചല്ല, മറിച്ച് നൂഹ് നബിയെ കുറിച്ചാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറയുന്നിടത്തൊക്കെ അള്ളാഹു ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം അബ്ദാണ്. ഇത് ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രമല്ല, ഏത് പ്രവാചകനെ കുറിച്ച് എടുത്ത് പറയുന്നിടത്തൊക്കെ ഇഷ്ടത്തോടെ, അതീവ സ്നേഹത്തോടെ, അത്യധികം മുഹബ്ബത്തോടെ അള്ളാഹു തൻ്റെ പ്രവാചകന്മാരെ വിശേഷിപ്പിക്കുന്നതിന് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദം അബ്ദ് എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നോക്കൂ, സൂറത്തുൽ അലഖില് അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സ്വല്ല. ആ അബൂജഹല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ ഒട്ടകത്തിൻ്റെ കുടൽമാല വലിച്ചിട്ടല്ലോ. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് എൻ്റെ അടിമയെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ദാസനെ തടഞ്ഞവനെ നീ കണ്ടില്ല. അപ്പോൾ പ്രവാചകനോടുള്ള ഇഷ്ടം, അതോടൊപ്പം അദ്ദേഹത്തെ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞ ആക്രമികളോടുള്ള വെറുപ്പ്, അതൊക്കെ ഏറ്റവും പ്രകടമായി കുറിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സൂറത്തിൽ പറഞ്ഞത്. അപ്പം അതുപോലെ ഏത് സ്ഥലത്തും നമ്മൾ പ്രവാചകന്മാരെ അള്ളാഹു വിശേഷിപ്പിക്കുന്നിടത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അബ്ദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെർമിനോളജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, വളരെ വിശദമായി പറഞ്ഞു. അള്ളാഹുവിൻ്റെ സന്മാർഗം, അവൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് അവൻ്റെ സന്മാർഗ ദർശനം ഉൾക്കൊള്ളാനുള്ള നമ്മുടെ സന്നദ്ധത തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും നമ്മൾ അബ്ദാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വലം യജ്അൽ ലഹു ഇവജ അതിലേക്ക് പോകണം. വലം യജ്അൽ ലഹു ഇവജ എന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, ഒരു ബാഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പൂർണ്ണമല്ലാത്തൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള വക്രതയും അവൻ ആക്കിയിട്ടില്ല എന്നർത്ഥം. അബ്ദിന്റെ ജന്മ ഇബാദ്, അതെ, ഇബാദുർ റഹ്മാൻ വൈബാദുർ റഹ്മാൻ അല്ലത്. കഴിഞ്ഞ ആഴ്ച അതുപോലെ ചോദിച്ചിരുന്നല്ലോ, അമത്ത് എന്നുള്ളത്, അതായത് അബ്ദ്, പിന്നെ അതിന്റെ ജെൻഡർ ചോദിച്ചിരുന്നു, പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ, മസ്കുലിൻ ദക്കറാണോ ഉൻസയാണോ. ഖുർആനില് അന്നേരം ഞാൻ പറഞ്ഞിരുന്നു അമത്ത് എന്നുള്ളത് അബ്ദിന്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ ഔസാനിൻ എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്നിടത്ത് പറഞ്ഞെടുത്ത് ഒരു സത്യവിശ്വാസിയായ അടിമയാണ് ഒരു സ്വതന്ത്രനായ ബഹുദൈവ വിശ്വാസിയേക്കാൾ ഒരു വിശ്വാസിനിക്ക് ഉത്തമം എന്ന്
അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ സ്ത്രീലിംഗം ഉപയോഗിക്കുന്നുണ്ട് അവിടെ. വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ ഔ സാനിയത്തിൻ. അതായത് ഒരു വ്യഭിചാരിണിയായ ഒരു അല്ലെങ്കിൽ ഒരു മുശ്രിക്കത്തായ ഒരു സ്ത്രീയെക്കാളും സ്വതന്ത്ര സ്ത്രീയെക്കാളും നല്ലത് അടിമ സ്ത്രീയാണ്, മുഅ്മിനത്തായ ഒരു അടിമ സ്ത്രീയാണ് നല്ലത് എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ വലം യജ്അല്ലഹു ഇവജ എന്ന് പറയുമ്പോൾ ഈ വേദഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള വക്രതയും അള്ളാഹു ആക്കിയിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നാണ് അതിന്റെ വാക്കർത്ഥം കേട്ടോ, വാക്കർത്ഥം. പക്ഷെ അതിന്റെ ആശയം നമ്മളിപ്പോൾ ഈ പറയുന്നതിനേക്കാളും വിപുലമാണ്. നമുക്കിപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഇപ്പം അതിന്റെ അർത്ഥം പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ഇതിന്റെ ഓർഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓർഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ശരിക്കുള്ള ഒരു ഓർഡർ അള്ളാഹു തെറ്റിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതായത് അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്നതല്ല ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്. ഞാനതൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. എൻ്റെ ഒരു വേർഡ് ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? വേർഡ് ഡോക്യുമെന്റ് ഇതാണ് ശരിക്കും ഖുറാന്റെ ആയത്ത്. ഓക്കെ, കാണുന്നുണ്ടോ? വേർഡ് ഡോക്യുമെന്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് ഖുറാന്റെ ശരിക്കുള്ള ആയത്ത്. അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ. പക്ഷേ ശരിക്കും അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഓർഡർ വരേണ്ടിയിരുന്നത് അൽഹംദുലില്ലാഹില്ലദി അൻസലൽ കിതാബ ഖയ്യിമൻ. ഖയ്യിമൻ എന്നുള്ള വാക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ, അത് അടുത്ത ആയത്തിൽ വരുന്ന വാക്കാണ്. പക്ഷെ അതും കൂടി ഇവിടെയാണ് വരേണ്ടിയിരുന്നത് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ സാധാരണഗതിയിൽ. പക്ഷെ എന്നിട്ട് അല അബ്ദിഹി. അപ്പോൾ അങ്ങനെ അള്ളാഹു ഈ സെന്റൻസിനെ തിരുത്തി പറഞ്ഞതിൽ, അല്ലെങ്കിൽ അതിനെ മുൻകടത്തിയും ചില വാക്കുകളെ മുൻപും ചില വാക്കുകളെ പിന്നിലുമാക്കി പറഞ്ഞതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ ഒന്ന് അലാ അബ്ദിഹി, അൻസലയ്ക്ക് ശേഷം തൊട്ടുടനെ അലാ അബ്ദിഹി, നമ്മളത് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ആ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ അലാ അബ്ദിഹി എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അത് കിതാബ് എന്നുള്ളതിന്റെ കൂടെ കുറച്ചും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വലം യജ്അൽ. ഒന്നത് കറക്റ്റ്. അതെ, അതായത് കിതാബിനോട് ചേർന്ന് വരുന്ന വാചകമാണ് ഈ വലം യജ്അല്ലഹു ഇവജ. അതിൽ യാതൊരു വക്രതയും ഇല്ല എന്നുള്ളത്. അതിനേക്കാൾ അപ്പുറം അലാ അബ്ദിഹി എന്ന് മുന്തിച്ചതിൽ വളരെ സുപ്രധാനമായ ഒരു ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. അതെന്താണ്? പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം, മുഹബ്ബത്ത്. ആ മുഹബ്ബത്താണ് അവിടെ കാണിക്കുന്നത്. അതായത് ഈ വേദഗ്രന്ഥം ഞാൻ അല്ലെങ്കിൽ അള്ളാഹു അവന്റെ ഒരു ദാസന് ഇത് നൽകിയത്, ആ നൽകി എന്നുള്ള സംഗതി അല്ലെങ്കിൽ അവൻ അവതരിപ്പിച്ചു എന്നുള്ളത് ആദ്യം അദ്ദേഹത്തെ പറയുക, അള്ളാഹുവിനോട് ചേർത്ത് അള്ളാഹുവിന്റെ അബ്ദിനെ പറയുക. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടം പറയുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ പേരിനോട് ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുമല്ലോ. അതാണ് അള്ളാഹു ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വേദഗ്രന്ഥം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോകത്തിന് മുഴുവൻ സന്മാർഗമാണ്. പക്ഷെ ആദ്യം എൻ്റെ അബ്ദാണ് പ്രധാനം. ആ അബ്ദിനാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ അബ്ദിനൊരു സ്ഥാനം, ഒരു പ്രമുഖ സ്ഥാനം അള്ളാഹു കൊടുക്കുന്നു എന്നുള്ളതാണ് അത് മുന്തിച്ചതിൽ ഒരു സംഗതി. ഇനി ഈ ഖയ്യിം ഞാൻ ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ ശരിക്ക് അത് ഈ ആയത്തിന്റെ പാർട്ടല്ല. ഖയ്യിമിന്റെ ശരിക്കുള്ള അർത്ഥം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വെ നിലകൊള്ളുന്ന. ഇപ്പൊ കാമ എന്ന് പറയുമല്ലോ, കാമയുടെ അർത്ഥം എന്താ? കാമ നിന്നു അല്ലെ, നിൽക്ക്. ഖിയാമ് അല്ലെ, ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി നമസ്കാരത്തിന് ഖിയാമുല്ലൈൽ എന്ന് പറയും. നിന്ന് നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ്, അതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഖയ്യിം. അപ്പോ ഇത് ശരിക്കും കിതാബിന്റെ നേരെ ചൊവ്വയുള്ള ഒരു വിശേഷണമാണ് ഈ ഖയ്യിം എന്ന് പറയുന്നത്. ആ ഖയ്യിമും വന്നതിന് ശേഷമാണ് പിന്നെ അലാ അബ്ദിഹി പറയേണ്ടിയിരുന്നത്. പക്ഷെ ഈ സെന്റൻസിന്റെ റീ ഓർഡറിങ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അബ്ദിന് ഒരു പ്രാധാന്യം കൊടുക്കുക,
അതിനുശേഷം കിതാബാണ് പിന്നെ, അല്ലെങ്കിൽ ആ അബ്ദിനാണ് കിതാബ് അവതരിപ്പിച്ചത്. അബ്ദാണ്, അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ഒരൊറ്റ സെക്കൻഡ് കേട്ടാ. ഓക്കെ. അപ്പോ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി, അതായത് അബ്ദിനുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളതിന്റെ ഒരു ഗ്രാമറാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആ ഗ്രാമർ പറയുമ്പോൾ ഗ്രാമറിൽ പിന്നെ വല്ലാതെ നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടെങ്കിൽ പറയണം കേട്ടോ. പക്ഷെ മിക്കവാറും ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. അതായത് ഇപ്പോ കയ്യമൻ എന്നുള്ളത് നമ്മൾ മുൻപിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളത്, ഈ കയ്യമൻ എന്നുള്ളതിന് നസ്ബാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കയ്യിമുൻ എന്ന് പറയാതെ കയ്യമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ അറബി ഭാഷയിൽ അതിനെ പറയാ അതൊരു ഒരു ഹാലാണെന്നാ പറയാ. ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, അതായത് ഈ വേദഗ്രന്ഥത്തിന്റെ ഒരവസ്ഥ വിശദീകരിച്ച് അള്ളാഹു പറയാണ്. അതായത് ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചത് എങ്ങനെയാണ്? കയ്യമൻ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്. വലം യജ്അല്ലഹു ഇവജ, അതിൽ യാതൊരു തരത്തിലുള്ള വക്രതയും അവൻ വരുത്തി വെച്ചിട്ടില്ല. അപ്പം ഈ രണ്ട് സംഗതികളും ഹാലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ഗ്രാമറ്റിക്കലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നോക്കൂ, ഈ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളതിന്റെ എന്താണ് ഹാലും സിഫത്തും? അറബി ഭാഷയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഹാൽ എന്താണ് കേട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറയാം. സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സിഫത്ത് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുള്ളൂ. അഡ്ജക്റ്റീവ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഹീസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്ന് പറയൂലേ? ഹീസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ആ ഇന്റലിജന്റ് എന്നുള്ളത് എന്താ? അഡ്ജക്റ്റീവാണ് അല്ലെ? സ്റ്റുഡന്റ് എന്നുള്ളതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് ഇന്റലിജന്റ് വെച്ചിട്ട്. താലിബുൻ ദക്കിയുൻ എന്ന അറബി പറയും. ഓക്കെ, ഇത് ഹാലായിട്ട് പറയും. എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോ റഅയ്തു താലിബൻ ദക്കിയൻ, അതായത് ഞാനൊരു കുട്ടിയെ കണ്ടു. ദക്കിയൻ, അവൻ സ്മാർട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കണ്ടു എന്നത് ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് വിശേഷിപ്പിക്കാം. അതിനെന്ത് പറയും? ആ ദക്കി എന്നുള്ളത് സിഫത്ത് അല്ലാതെ ഹാലായിട്ടാണ് ഉപയോഗിച്ചുള്ളത്. ഇനി ഈ ഹാല് ഒരു വാക്കായിട്ടും വരും, അതുപോലെ തന്നെ ഒരു സെന്റൻസ് ആയിട്ടും വരും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയണം. ഇംഗ്ലീഷ് പറയണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിനേക്കാളും അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കേട്ടാ. മലയാളത്തിലും പറയാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ദാറ്റ് ബോയ്, ഇപ്പോൾ നമ്മളൊരു ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ദാറ്റ് ബോയ് ആസ് ഹി ലൈസ് ദെയർ ഈസ് ഇന്റലിജന്റ്. ആ കുട്ടി അവിടെ കിടക്കുന്ന അവസ്ഥയിൽ ഇന്റലിജന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഫത്ത് എന്ന് പറയുന്നതും ഹാൽ എന്ന് പറയുന്നതും രണ്ടിന്റെയും ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതായത് സിഫത്ത് എന്ന് പറയുന്നത് ഒരു ഡോർമന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ആ പറയുന്ന സമയത്ത് അത് ആക്റ്റീവ് ആവൂല. അതായത് ഹീസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അവന് ഇന്റലിജൻസ് കാണിച്ചോണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ആസ് ഹി ലൈസ് ദർ ഹീസ് ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ അവൻ അവിടെ കിടക്കുമ്പോൾ അവൻ ഒരു ഇന്റലിജൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ അവൻ ഇന്റലിജന്റ് ആണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് പറയുന്ന അവസരത്തിൽ തന്നെ ഈ സിഫത്തിന്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ അറബി ഭാഷയിൽ ഹാല് എന്നുള്ളത് ഉപയോഗിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. തന്റെ ദാസന് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ, അവൻ ആ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വക്രതയും, ഒരു തരത്തിലുള്ള ഡിവിയേഷനും, ഒരു ക്രൂക്കഡ്നെസ്, ഇതൊന്നും അതിൽ
ഈ വേദഗ്രന്ഥത്തിൽ വരുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഈ വേദഗ്രന്ഥത്തിന് യാതൊരു വക്രതയുമില്ല. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത വാക്ക് കയ്യമൻ, ഇറ്റ് ഈസ് അപ്രൈറ്റ്. അത് വളരെ നേരെ ചൊവ്വയുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ കയ്യമൻ എന്നുള്ളത് ഒരു വാക്ക്, ഒറ്റൊരു വാക്ക്, ഒരു കെലിമത്ത് ഹാലായിട്ട് വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഹാല് വരുമ്പോഴാണ് അതിനെ നെസ്ബ് ചെയ്യാന്ന് പറയാം. കയ്യമൻ, കയ്യുമെന്നോ കയ്യമിന്നോ പറയാതെ കയ്യമൻ എന്ന് പറയാൻ കാരണം അത് ഈ വസ്തുവിന്റെ ഏതൊരു സംഗതിയെയാണോ വിശേഷിപ്പിക്കുന്നത് അതിന്റെ അവസ്ഥയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് നെസ്ബ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹാലിന്റെ എപ്പോഴുമുള്ള ഒരു ഇഅ്റാബ് നെസ്ബായിരിക്കും. അറബി കുറച്ച് ഗ്രാമറാണ്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാത്ത ആളുകൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. അങ്ങനെ നെസ്ബായിട്ടുള്ള ഒരു വാക്ക് ഒരു സംഗതിയെ വിശേഷിപ്പിക്കാൻ വരുമ്പോൾ അത് അതിന്റെ നിലവിലുള്ള ആക്റ്റീവായ അവസ്ഥയെ കുറിക്കുന്നു. ഹാൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവസ്ഥ. കൈഫൽ ഹാൽ നമ്മൾ ചോദിക്കാല്ലേ, കൈഫ് ഹാലുക്ക്, എന്താ നിന്റെ അവസ്ഥ എന്നാണല്ലോ. ഹൗ ആർ യു അല്ലെ, എന്താ നിന്റെ അവസ്ഥ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ അതാണ് ഹാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളത് അതാണ്. അതായത് വലം യജ്അല്ലഹു ഇവജ എന്നുള്ള ഒരൊറ്റ സെന്റൻസ് ആണ് അവിടെ ഹാലായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇവജൻ എന്നുള്ള ഒറ്റ പദം മാത്രമല്ല, വലം യജ്അല്ലഹു ഇവജ എന്നുള്ള ഒരു പദമായിട്ട്. ഏതുപോലെ നേരത്തെ ഞാൻ എക്സാമ്പിൾ, ഇംഗ്ലീഷ് എക്സാമ്പിളിൽ പറഞ്ഞല്ലോ. അതായത് ദാറ്റ് സ്റ്റുഡന്റ്, I met a student as he lies there an intelligent student. അതായത് അവൻ അവിടെ കിടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ he is so smart. അപ്പൊ ഇപ്പോഴുള്ള അവന്റെ അവസ്ഥയിൽ, അവൻ ആ കിടക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവൻ സ്മാർട്ടാണ്. അപ്പൊ ആസ് ഹി ലൈസ് ദെയർ എന്നുള്ള ആ ഒരു വാചകത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ വലം യജ്അല്ലഹു. ഞാൻ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. അതും ഇതും തമ്മിൽ അജഗജാന്തരമുണ്ട്. പക്ഷെ ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആ വേദഗ്രന്ഥത്തിന്റെ അവസ്ഥ എന്താ? വലം യജ്അല്ലഹു ഇവജ. ഇതിൽ യാതൊരു തരത്തിലുള്ള വക്രതയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവജൻ എന്നുള്ളത് ഇവിടെ ഹാല് എന്നുള്ള ഒറ്റപ്പദമായിട്ട് ഹാലല്ല, അത് മറ്റേ മഫ്ഊലാണ്. എന്തിന്റെ? യജ്അലു എന്നുള്ള ഫിഅലിന്റെ മഫ്ഊലാണ്, മഫ്ഊലും ബിഹി. അതുകൊണ്ടാണ് അത് അവിടെ നസ്ബായിട്ട് വന്നത്. മനസ്സിലാവണോ? നുസ്രത്ത് ചോദിച്ച ചോദ്യം അതാണ്, ഇവജൻ എന്നുള്ളത് ഹാല് തന്നെയാണോന്ന്. അവിടെ ഹാലല്ല. ഇവജന്റെ അവിടുത്തെ പൊസിഷൻ എന്താണ്? യജ്അലു എന്ന വലം യജ്അൽ എന്ന വെർബിന്റെ മഫ്ഊലാണ്, ഒബ്ജക്റ്റ് ആണത് കേട്ടാ. അപ്പോ ഇത്ര മനസ്സിലാക്കണുള്ളൂ. ഗ്രാമർ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ വലം യജ്അല്ലഹു ഇവജ എന്നുള്ള ഒറ്റ സെന്റൻസ് ഇവിടെ ഒരു ഈ അൻസല അല അബ്ദിഹിൽ കിതാബ്, ആ കിതാബ് എന്നതിന്റെ അവസ്ഥയെ കുറിക്കുന്ന ഒരു ഹാലായിട്ട് വന്നു. ഇനി ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഖുറാനിൽ നിന്ന് തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹു മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു വാചകം പറയുന്നുണ്ട്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. എന്താ എൻ്റെ അർത്ഥം? നിങ്ങളുടെ ഈ സമുദായം, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, നിങ്ങളുടെ ഈ സമുദായം, ഉമ്മത്തൻ വാഹിദ, ഇതൊരൊറ്റ സമുദായമാണ്. അപ്പോ ഈ സമുദായത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താകണം? അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, ഒരു എംബരാസ്മെന്റ് കൂടിയാണത്. കാരണം ഈ സമുദായം എപ്പോഴും നിലകൊള്ളേണ്ടത് ഒരൊറ്റ സമുദായമായിട്ടാണ്. നിങ്ങൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, പിന്നെ തബ്ലീഗ്, പിന്നെ സൂഫി, തരീഖത്ത്, ഷാഫി, ഹനഫി, മാലിക്കി, ഇങ്ങനെയൊന്നും അല്ല നിലകൊള്ളേണ്ടത്. അതൊക്കെ ഉണ്ടാകാം, അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനത്തെ ചില്ലറ പിന്നെ വിഭാഗീയതൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. പക്ഷേ ഈ സമുദായത്തിന്റെ ശരിക്കുള്ളൊരു അവസ്ഥ എന്തായിരിക്കണം? ഹാൽ എന്തായിരിക്കണം? ഉമ്മത്തൻ വാഹിദ. മനസ്സിലാവുണ്ടോ? ആ പറഞ്ഞത് അതായത് ആക്റ്റീവായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിക്കാൻ വേണ്ടി പറയുന്ന വാചകത്തെയാണ് നമ്മൾ എന്ത് പറയാ? അറബിയിൽ ഹാല് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഈ വലം യജ്അല്ലഹു ഇവജ എന്നതിന്റെ ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, ഇപ്പോ ഇത് നുഹാസ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതാണ്. എന്ത്? ഈ പിന്നെ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളത് ഹാലാണെന്നുള്ളത്. ഇനി ദർവേഷ് ഇബ്നു ആഷൂർ, ഇബൻ ദർവേഷ് ഇബ്നു ആഷൂർ, ഇങ്ങനെയുള്ള തഫ്സീറുകൾ ഞാൻ ഉദ്ധരിക്കണം എന്ന് വെച്ചാൽ നമുക്കിതിന്റെ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടാൻ വേണ്ടിയിട്ടാണോ. ഈ വാവ്
പിന്നെ വാവുൽ ഹാലല്ല, ഹാലിന്റെ വാവല്ല, മറിച്ച് അത് ആത്തിഫത്താണ്. വാവുൽ ആത്തിഫാണ്. ആത്തിഫ് എന്ന് പറഞ്ഞാൽ വാവുൽ ആത്തിഫ്, ആത്തിഫ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് നമ്മൾ അറബി പറയുമല്ലോ, ആൻഡ്. അതായത് അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരാം? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ ദാസന് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. വലം യജ്അൽ ലഹു, അവൻ അതിൽ ആക്കിയിട്ടുമില്ല. ആൻഡ് ഹി ഡിഡൻ ക്രിയേറ്റ് എനി ക്രൂക്കഡ്നെസ് ഇൻ ദാറ്റ് ബുക്ക്. അപ്പോൾ വാവുൽ അത്തുഫാണ്, വാവുൽ ഹാലല്ല. അത്തുഫ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അത് വളരെ വീക്ക് പോയിന്റ് ആണ്, വീക്ക് ട്രാൻസ്ലേഷൻ ആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി അപ്പോൾ രണ്ടഭിപ്രായമായി. ആദ്യത്തെ അഭിപ്രായം എന്താ? നിങ്ങളുടെ മനസ്സിലത് നിൽക്കണം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ വലം യജ്അല്ലഹു ഇവജ എന്നുള്ളതിന്റെ ശരിക്കുള്ള പൊസിഷൻ എന്താണെന്നാ പറയുന്നത്? അത് ഹാലാണ്. ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ ഈ കിതാബിന്റെ അവസ്ഥയെ കുറിക്കുന്നതാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്താ? രണ്ടാമത്തെ ഒപ്പീനിയൻ എന്താ? അത്തുഫാണ്. അത്തുഫ് എന്ന് പറഞ്ഞാൽ ആൻഡിനെ കുറിക്കുന്ന, അതായത് ഇത് വേദഗ്രന്ഥം അവതരിപ്പിച്ചു, അതിൽ യാതൊരു തരത്തിലുള്ള വക്രതയും വെച്ചിട്ടില്ല എന്നത് ആൻഡ് ചേർത്ത് പറയാം. മൂന്നാമത്തെ ഒരു സംഗതി, ഈ ജുംല, അതായത് വലം യജ്അല്ലഹു ഇവജ എന്നുള്ളത് ജുംല ഇഅ്തിറാളിയ ആണ്. ഇഅ്തിറാളിയ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർജങ്ഷൻ. അതായത് നമ്മളൊരു കാര്യം പറയും, പക്ഷെ പെട്ടെന്ന് നമ്മൾ ആവേശം കൂടിയിട്ട് നമ്മുടെ ആ സെന്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വേറൊരു വാചകം പറയും. ഉദാഹരണത്തിന് അത് ഇംഗ്ലീഷ് ഒരു ഉദാഹരണം പറയാം, പിന്നെ മലയാളത്തിൽ പറയാം. ഇപ്പം ഐ ബോട്ട് ആൻ ഐസ്ക്രീം which is very tasty yesterday എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ? ഐസ്ക്രീം കഴിക്കാറില്ല ഞാൻ, എന്നാലും ഐ ബോട്ട് ആൻ ഐസ്ക്രീം which is very tasty yesterday. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഗതി എന്താ? ഒരു ഐസ്ക്രീം വാങ്ങി അല്ലെ, അതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു വാചകം പറഞ്ഞു. എന്താ പറഞ്ഞത്? which is tasty. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ ആ റോഡിലൂടെ നടന്നു പോകുന്നു. എത്ര മനോഹരമായ റോഡ്. നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയ മണിമാളിക കണ്ടു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ? ഞാൻ ആ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മണിമാളിക കണ്ടു, അതാണ് പറയണത്. പക്ഷെ അതിനിടക്ക് ആ റോഡിന്റെ ഭംഗി കൂടി എനിക്ക് പറയണം. നമ്മുടെ നാട്ടിലെ മഴക്കാലത്തുള്ള റോഡല്ല കേട്ടോ, ഇവിടെ ഖത്തറിലുള്ള റോഡാണെന്ന് വിചാരിച്ചു. എത്ര മനോഹരമായ റോഡ് എന്ന്. അപ്പോ ഇതിനാണ് എന്ത് പറയാ? ആ എത്ര മനോഹരമായ റോഡ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ടേസ്റ്റി, വിച്ച് ഈസ് വെരി ടേസ്റ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇടക്ക്. അതിനാണ് എന്ത് പറയാ? ജുംല മനസ്സിലാക്കണം. അതിന് നിങ്ങളുടെ അത് മനസ്സിലത് പതിയണം. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർജങ്ഷൻ, ഇടക്ക് കയറ്റി പറയുന്നത്. എല്ലാ ഭാഷയിലും അങ്ങനത്തെ ചില പ്രയോഗമുണ്ട്. അതെന്തിനാ പറയുന്നത്? അതൊരു പിന്നെ ഈ സെന്റൻസ് പൂർത്തിയാക്കാൻ സമയമില്ലാതെ, അല്ലെങ്കിൽ ഈ സെന്റൻസ് പൂർത്തിയാക്കാതെ ഇത് പറയുമ്പോൾ അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്റെ ദാസന്. അത് ഖയ്യിമാണ് ഏറ്റവും, അതുമായിട്ടാണ് അതിന് ബന്ധം. അൽഹംദുലില്ലാഹില്ലദി അൻസലൽ കിതാബ അലാ അബ്ദിഹി ഖയ്യിമൻ. ഏറ്റവും നേരായ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു. പക്ഷേ ഖയ്യിമ് പറയുന്നതിന് മുമ്പ് ഒരു ജുംല ഇഅ്തിറാളിയ പറയണം. അതെന്താ ജുംല ഇഅ്തിറാളിയ? ഇടക്ക് കയറി പറയുന്ന വാക്ക് ഏതാ? വലം യജ്അല്ലഹു ഇവജ, വിച്ച് ഈസ് വെരി ടേസ്റ്റി, അല്ലെങ്കിൽ എത്ര മനോഹരമായ റോഡ് എന്ന് നമ്മൾ ആ പറഞ്ഞ ഉദാഹരണങ്ങളിൽ പറഞ്ഞതുപോലെ അള്ളാഹു തന്നെ തൻ്റെ വേദഗ്രന്ഥത്തെക്കുറിച്ച്, ആ വേദഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള വക്രതയുമില്ല, അതിൽ ഒരു വളച്ചുകെട്ടുമില്ല, നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥമാണ് ഇത് എന്ന് ആവേശത്തിൽ അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി, പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ആ ജുംല ഇസ്റാലിയയുടെ ബലാഗ. ബലാഗ എന്ന് അറബി പറഞ്ഞ
ഒരു സാഹിതീയ ഭംഗി, ഒരു ലിറ്റററി ബ്യൂട്ടി, അങ്ങനെയുണ്ടല്ലോ, ഭാഷയുടെ ഒരു സൗന്ദര്യമാണ് അങ്ങനെയുള്ള ജുംല എത്തറാളിയ. പിന്നെ ഒരിക്കലും ജുംല എത്തറാളിയ മറക്കൂലല്ലോ? മറക്കോ? ക്ലിയർ ആണോ അത്? ഓക്കെ, അതൊരു പവർഫുൾ മെക്കാനിസം. ജുംല എത്തറാളിയ, അതെ അങ്ങനെയാണ്, ജുംല എത്തറാളിയ. അറള് നമ്മൾ പറയില്ലേ, അതിൽ നിന്നാണ് എത്തറാള്, ഒരു ഇടക്ക് കയറി പറയുക എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഓർഡർ, നേരത്തെ ഞാൻ ഒന്നും കൂടെ ആ പോയിന്റിലേക്ക് വരാം, ആ ഷെയർ ചെയ്യുന്ന ആ സെന്റൻസ് ഷെയർ ചെയ്യുന്നതിലേക്ക് വരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടോ? ഇങ്ങോട്ടല്ല. ഓക്കെ, മ്യൂട്ട് ചെയ്യൂട്ടോ, വേറെ സംസാരിക്കണേ മ്യൂട്ട് ചെയ്യേ. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ശരിക്കുള്ള ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ വലം യജ്അലഹു. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു ഹയ്യിമൻ. ഈ ഒരു ഓർഡർ തെറ്റിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മൾ പറഞ്ഞു. അബ്ദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം വിശേഷിപ്പിച്ചത് അള്ളാഹുവിന് അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹവും, ഈ വേദഗ്രന്ഥം പ്രവാചകൻ അവതരിപ്പിച്ചത് അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ കിതാബ് കാമിലൻ ഫി ദാത്തിഹി മുക്മിലൻ ഫി ഗൈരിഹി എന്നുള്ളതാണ്. അതായത് ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് പറഞ്ഞ് അതിന്റെ ആ സ്ട്രക്ചർ ഇങ്ങനെ മാറ്റി പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇതാണ്. അതായത് ഈ വേദഗ്രന്ഥം, അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം ഖുർആൻ, കാമിലൻ ഫി ദാത്തിഹി, അത് സ്വയം തന്നെ സമ്പൂർണമാണ്. കാമിലൻ ഫി ദാത്തിഹി, ദാത്ത് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ. മുക്മിലൻ ഫി ഗൈരിഹി, മറ്റുള്ളവരിലേക്ക് അത് മറ്റുള്ള സംഗതികളെ പൂർത്തിയാക്കുന്ന സംഗതിയുമാണത്. ഇത് സ്വയം തന്നെ സമ്പൂർണമാണ്, കൂടാതെ മറ്റുള്ളവയെ ഇതെന്ത് ചെയ്യുന്നു? പൂർത്തിയാക്കുന്നു. അപ്പൊ അത് ആ ഒരു പിന്നെ അർത്ഥം ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ ഇങ്ങനെ മാറ്റിയത്. എങ്ങനെയാ വെച്ചാല്, ഈ നമ്മൾ നേരത്തെ അത് പറഞ്ഞു, കിതാബ് എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് തന്റെ അബ്ദിനാണ്. അബ്ദാവുക എന്നുള്ളതാണ് ഈ വേദഗ്രന്ഥം സ്വീകരിക്കാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. അദ്ദേഹത്തിന്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കാരണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് അദ്ദേഹത്തിന് അവതരിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ വേദഗ്രന്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് ഇത് ഡെലിവറി ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമാണ്. ആ ദൗത്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സമ്പൂർണമായി സമാധാനിക്കാനുള്ള ഒരു വാചകം അള്ളാഹു പറയുന്നത് എന്താണ്? വലം യജ്അൽ ലഹു ഇവജ. ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അപഭ്രംശം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം, ഇത് അള്ളാഹുവിൻ്റെതല്ലെന്നോ അല്ലെങ്കിൽ ഈ വേദഗ്രന്ഥത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നോ, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെന്നോ, ഇതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റുമെന്നോ ഒന്നും പേടിക്കാതെ, ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന രൂപത്തിൽ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനെ അവതരിപ്പിച്ചുള്ളത്. അതാണ് ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ ഗ്രാമറൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഗ്രാമർ പഠിക്കല്ല. എന്തുകൊണ്ട് ഖുർആനിലെ നമ്മൾ ഈ വേദഗ്രന്ഥത്തിന്റെ ഗ്രാമർ മനസ്സിലാക്കണം, അറബി ഭാഷയുടെ ഗ്രാമർ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, അതിന്റെ ആശയം പരിപൂർണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, ആ ആശയത്തെ പരിപൂർണമായിട്ടും നമുക്ക് ഇന്റേണലൈസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ മനസ്സിലത് പതിയണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അതിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ, ഘടന നമ്മൾ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തത്, ഇതിന്റെ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറയുമ്പോൾ ഈ വേദഗ്രന്ഥത്തിന്റെ സ്റ്റാൻഡേർഡ്, ഇതിന്റെ ഈ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ
അതൊക്കെ ടൈംലെസ് ആണ്. ഒരു കാലത്തും ഇത് മാറൂല. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു 50 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ, ഏത് ഭാഷയിലായിക്കോട്ടെ, ഒരു 50 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകം ഇന്ന് നമ്മൾ എടുത്ത് വായിച്ചാൽ അതിൻ്റെ ഭാഷ, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ സാഹിതീയ ഭംഗി ഇതൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഭാഷയിലൊക്കെ എത്രയോ മാറ്റം വന്നു. ഷേക്സ്പിയരിയൻ ഇംഗ്ലീഷ് ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഷേക്സ്പിയരിയൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു 100-200 വർഷങ്ങൾക്ക് ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ലേ? ദോ ഷാൾ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, എറ്റു ബ്രൂട്ടസ് എന്നൊക്കെ പറയുന്ന. അപ്പോൾ അതൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല ആ ഭാഷയൊന്നും. ഒരു കാലത്ത് ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുടെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി ഷേക്സ്പിയരിയൻ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നു കോളേജുകളിൽ. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഷേക്സ്പിയറിന്റെ ഒരു കഥയോ ഒരു നോവലോ പഠിക്കാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് BA MA ഒന്നും കിട്ടൂല. പക്ഷേ അതിപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതേസമയം ഈ വേദഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആന്റെ ഭാഷ നമ്മളിപ്പോൾ ഹാല് മനസ്സിലാക്കുമ്പോൾ, ജുംല എഴുത്തറാളിയ മനസ്സിലാക്കുമ്പോൾ, ഇതിൻ്റെ മഫ്ഊല് ഫായില് ഫീലൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴും അതേ രൂപത്തിൽ ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അത് ഭാഷ, മറുഭാഗത്ത് ഈ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന തൗഹീദ്, വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ്, അതുപോലെ നന്മയുടെയും തിന്മയുടെയും തത്വങ്ങൾ, അത് സെയിം എവറിവെയർ. ഇറ്റ് ഈസ് ടൈംലെസ് അല്ലേ? ഒരിക്കലും അന്ന് മദ്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും മദ്യം ഹറാമാണ്. അന്ന് പലിശ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും പലിശ ഹറാമാണ്. അന്ന് അതുപോലെ എല്ലാം ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ, അനന്തരാവകാശ നിയമങ്ങൾ എടുത്തോളൂ, വൈവാഹിക നിയമങ്ങൾ എടുത്തോളൂ, തലാഖിന്റെ നിയമങ്ങൾ എടുത്തോളൂ, ജീവിതത്തിന്റെ ഓരോ കടമിടപാടുകൾ നിയമങ്ങൾ എടുത്തോളൂ, അതൊന്നും എന്തല്ല മാറിപ്പോയിട്ടില്ല എല്ലാം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് വലം യജ്അൽ ലഹു ഇവജ. ഇതിൽ യാതൊരു തരത്തിലുള്ള വക്രതയോ, ദർ ഇസ് നോ ഡെവിയേഷൻ, നോ ക്രൂക്കഡ്നെസ്, ഇതൊന്നും ഇതിലില്ല എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്. എപ്പോഴും എല്ലാ കാലത്തേക്കും ടൈംലെസ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ശേഷം വരുന്ന ആ ഒരു വാചകം ഖയ്യിമൻ, ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ ഈ വേദഗ്രന്ഥത്തിൽ ഒരു വക്രതയും ഇല്ല, ഇതിലൊരു ഡീവിയേഷനും ഇല്ല എന്നതിന്റെ അർത്ഥം, ഇതിന്റെ മറ്റൊരു ഉദ്ദേശം, ഇത് മറ്റുള്ളവരെ, ജനങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുന്നു, മനുഷ്യർക്ക് നേരായ പാത കാണിച്ചു കൊടുക്കുന്ന, അവരെ നേരെ ചൊവ്വയുള്ള ഒരു പാതയിലൂടെ ചലിക്കാൻ പ്രേരിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് ഇത് എന്നർത്ഥം. അപ്പോൾ ഇത് സ്വയം തന്നെ വക്രതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ്, മറ്റുള്ളവരെ നേരെ ചൊവ്വ. അപ്പോൾ വക്രത എന്ന് പറഞ്ഞാൽ എന്താ? ഇവജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവജിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരാം. ഇവജ് എന്ന് പറഞ്ഞ വളവ്, അതില്ലാത്തൊരു ഗ്രന്ഥമാണിത്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? സ്ട്രെയിറ്റ് ആയിട്ട് മറ്റുള്ളവരെ നിൽക്കാൻ, ഈ വേദഗ്രന്ഥം ഉൾക്കൊള്ളുന്നവരെ നേരായ പാതയിലൂടെ ചലിപ്പിക്കാൻ ഈ വേദഗ്രന്ഥം സഹായിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ക്രീൻ മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഈ ഇവജിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരാം. ഇവജ്, ഓക്കെ. ഇവജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ അറബി ഭാഷയിൽ എൻ്റെ അർത്ഥം അല്ല ഇൻഇതാഫ് എന്നാണ്. ഒരു ടേണിങ്, ഒരു കർവേച്ചർ, ഒരു വളവ്, ഇതിനൊക്കെ പറയും. പിന്നെ സിമ്പതിക്ക് പറയും, സഹതാപം. അതായത് വെൻ യു ആർ ലീനിങ് ടുവേർഡ്സ് സംവൺ ആൻഡ് യു ആർ ബയാസ്ഡ് ടുവേർഡ്സ് സംവൺ, ഒരാളോട് നമുക്കൊരു സഹതാപം തോന്നിയിട്ട് അയാളുടെ നേരെ ഇങ്ങനെ ചരിയുന്നതിന് എന്ത് പറയും? ഇവജ് എന്ന് പറയും കേട്ടോ. അത് ഭാഷാർത്ഥമാണ്. ഫീമാ കാന ഖായിമൻ, അതായത് ഒരു നേരെ നിലനിൽക്കുന്ന ഒരു സംഗതിയിൽ ഒരു ചെറിയ ഇൻഇതാഫ്, ഒരു കർവേച്ചർ, ഒരു വളവുണ്ടാകുന്നതിന് എന്ത് പറയും? ഇവജ് എന്ന് പറയും. എ വാൾ വിൽ കം അപ്പ് ലേറ്റർ. ഈ സൂറത്തിൽ തന്നെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ഖിളിറിന്റെ ഒപ്പം പോകുമ്പോൾ ഒരു മതില്, മറിഞ്ഞു കിടക്കുന്ന ഒരു മതില് നേരെ നിർത്തുന്ന ഒരു കഥ പറയുന്നുണ്ട്. നമ്മൾ അതിനകത്തേക്ക് വരും ഈ സൂറത്ത് വിശദീകരിക്കുമ്പോൾ. അവിടെ ആ മതിൽ നേരെ നിർത്തി എന്നുള്ളതിന് ഉപയോഗിച്ച വാക്യത ഫവജദ ഫീഹാ ജിദാറൻ യുരീദു അൻ യഖല്ല ഫഅഖാമ, അപ്പോൾ അതിനെ നേരെ നിർത്തി. അതിൽ നിന്നാണ് ഖയ്യിം. അപ്പോൾ ഇവജ് എന്ന് പറയുന്നത് ഖയ്യിമിന്റെ ഓപ്പോസിറ്റ് ആണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അത് നേരെ നിൽക്കുന്നതിന് ഒരു ചെറിയ വളവ് വരുന്ന ഒരവസ്ഥ. അതുപോലെ കറംഹി ഔൽ ഹായിത്ത്, പിന്നെ സ്പിയർ, ഈ ആരോ,
കുന്തം, അതിന് റുംഹ് എന്ന് പറയാം. ഈ റുംഹിന് അതുപോലെ ഹായിത്ത്, മതില്, ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരു വളവ്, അതിനെയാണ് ശരിക്ക് ഇവജ് എന്ന് പറയും കേട്ടോ. പിന്നെ ഇവജും ഫിൽ അർള്, ഒരു നിലത്ത്, ഭൂമിയിൽ ഒരു ഇവജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദമു ഇസ്തിവാനഹു, അതിന്റെ ആ ഭൂമി എന്താണ്, വളഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇപ്പൊ നമ്മള് ഈ ഭൂമിയൊക്കെ വിൽക്കാൻ വേണ്ടി വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭൂമിക്ക് പ്രത്യേക വില ഉണ്ടാവും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞ് കർവേച്ചറായിട്ട് കിടക്കുന്ന ഭൂമിക്ക് വേറെ തന്നെ ഇരിക്കും വില. അപ്പൊ അങ്ങനെ കർവേച്ചറുള്ള, വളവുള്ള ഭൂമിക്ക് പറയുന്ന ഒരു പേരാണ് ഇവജുൻ ഫിൽ അർള്, അർദുൽ മുഅവജ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഒരു റോഡിനെ കുറിച്ച് ഇവജ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ആലപ്പുഴ അടുത്തൊരു സ്ഥലമുണ്ട് വളഞ്ഞ വഴി. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് അബുല്ലൈസ്, ഇവിടെ ഇപ്പൊ ഇതിലുണ്ടോന്ന് അറിഞ്ഞൂടാ. അബുല്ലൈസ് ഇത് കേൾക്കുമ്പോൾ ചിരിച്ചോളും. ആലപ്പുഴയിൽ ആ സ്ഥലത്തിന്റെ പേര് വളഞ്ഞ വഴി എന്നാണ്. അതിന് തരീഖ് മുഅവജ് എന്ന് പറയാം. ഓക്കെ. പിന്നെ ഇമ്രഅത്തുൻ ഔജാ എന്ന് പറയും. അബുല്ലൈസ് ഉണ്ട് അവിടെ? ഇല്ല. ഓക്കെ, പിന്നീട് കേട്ടോളൂ. നീർക്കുന്നത്തുള്ള ആലപ്പുഴ. ഓക്കെ, അവിടെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് വളഞ്ഞ വഴി. ഓക്കെ, അപ്പൊ അതാണ് തരീഖ് മുഅവജ് എന്നർത്ഥം. ഓക്കെ. ഇനി ഇമ്രഅത്തുൻ ഔജാ എന്ന് പറയും. ഒരു സ്ത്രീ, ഒരു മദർ ഹൂ ലീൻസ് ഓവർ ടു ഫീഡ് ഹെർ ബേബി, തന്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുമല്ലോ, ആ ഒരു അവസ്ഥയ്ക്ക് ഇമ്രഅത്തുൻ ഔജാ എന്ന് പറയും. അപ്പൊ അവിടെ ആ കുട്ടിയോടുള്ള സ്നേഹം കാരണം, കുട്ടിയോടുള്ള ഒരു ബയാസ്, ഒരു പക്ഷപാതിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഹതാപം, ആ കുട്ടിയോടുള്ള സ്നേഹം കാരണം അവർ വളഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യും, കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു അവസ്ഥ. അതൊരു സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. തന്റെ സ്വന്തം ശരീരം പോലും വളച്ചിട്ടാണെങ്കിലും കുട്ടിയെ കുടിപ്പിക്കുക, ഭക്ഷിപ്പിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ഇമ്രഅത്തുൻ ഔജ എന്ന് പറയും. അതുപോലെ തന്നെ ഇവജിന് മറ്റൊരു പേരാണ് ഇൻഹറാഫു ജിസ്മിൻ ആൻഡ് ഷക്ലിഹിൽ മുസ്തഖീം. അതായത് നേരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ വളക്കുക, അതിനെ പിടിച്ച് വളച്ച് ഒടിക്കുന്നതിന് എന്ത് പറയും, ഇവജ് എന്ന് പറയും. അതായത് ഓപ്പോസിറ്റ് ഓഫ് സംതിങ് ദാറ്റ് ഇസ് സ്ട്രെയിറ്റ്, നേരെ നിൽക്കുന്ന ഒരു സംഗതിയെ നമ്മൾ വളക്കുന്നതിന്. ഓക്കെ. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇവജ് വലം യജ്അല്ലഹു ഇവജ്, അപ്പൊ ഇവജ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ഈ വേദഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള വളവുമില്ല, വക്രതയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഫിഗറേറ്റീവ് യൂസേജ് ആണ്, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വഴിതെറ്റാൻ ഉതകുന്ന, വഴിതെറ്റാൻ പിന്നെ പര്യാപ്തമായ ഒന്നും ഈ വേദഗ്രന്ഥത്തിലില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വേദഗ്രന്ഥമാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ചുള്ള ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ 2125 നമ്പർ ഹദീസായിട്ട് വന്നിട്ടുണ്ട്. അത് ഇത്തിരി നീണ്ട ഹദീസാണ്, പക്ഷെ അതിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇപ്പോ അതായത് പിന്നെ ഈ ജൂതന്മാരോട് തൗറാത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശം ഉണ്ട് എന്ന് അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മറ്റൊരു ജൂതന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് പറയണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയണം, ഖാല അജൽ വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്തി ബിബഅദി സിഫതിഹി ഫിൽ ഖുർആൻ. ഖുർആനിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊക്കെ സിഫത്താണോ പറഞ്ഞിട്ടുള്ളത് അതേ സിഫത്തുകൾ ഉപയോഗിച്ചിട്ട് തൗറാത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ യുഹൻ നബി ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. ഇതാണ് ഖുർആനിലെ റസൂലിനെ കുറിച്ചുള്ള പരാമർശം. അവിടെ ഹിർസൻ ലിൽ ഉമ്മിയിൻ അൻത അബ്ദി വ റസൂലി സമ്മൈതുകൽ മുതവക്കൽ ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. താങ്കൾ അള്ളാഹുവിന്റെ റസൂല് കഠിന ഹൃദയനോ പരുഷ സ്വഭാവിയോ മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് ഒച്ചയിട്ട് നടക്കുന്ന ഒരാളോ അല്ല. വലാ യദ്ഫഉ സയ്യിഅത ബിസ്സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന ആളല്ല. വലാകിൻ യഅഫു വ യഗ്ഫിർ, മറിച്ച് ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമാണ്. വലൻ യഖ്ബിലഹുല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാഅ ബിഅൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാണ് നമ്മുടെ പ്രസക്തമായ വശം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ പിടിക്കുകയില്ല ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാഅ, വളഞ്ഞ വഴി, വളഞ്ഞ മാർഗത്തിലൂടെ
നടക്കുന്ന ആളുകളെയൊക്കെ നേരായ വഴിയിലേക്ക് നയിച്ചിട്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കില്ല. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ സക്സസ് ആകും എന്ന ഒരു പരാമർശം ഈ പറയുന്ന ഹദീസിലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ജൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ മില്ലത്തുൽ ഔജാ എന്ന് ഉപയോഗിച്ചു. ആ ഐവജിന്റെ ഐവജ് എന്നുള്ള പദത്തിന്റെ ഒരു സ്ത്രീലിംഗ ഫെമിനിൻ യൂസേജ് ആണ് ഔജ. നേരത്തെ നമ്മൾ ഇമ്രഅത്തുൻ ഔജ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ. ഓക്കെ, ഇനി അപ്പൊ അതാണ് തൗറാത്തിൽ പറഞ്ഞ ആ ഒരു സംഗതികൾ വളരെ വിശദമായിട്ട് ആ ഒരു പിന്നെ ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറഞ്ഞെടുത്തും അദ്ദേഹത്തിന്റെ സമുദായത്തെ കുറിച്ച് പറഞ്ഞെടുത്തും അദ്ദേഹം അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്ത തൗഹീദിനെ കുറിച്ച് പറഞ്ഞെടുത്തും ആ തൗഹീദ് ഈ പറഞ്ഞ മില്ലത്തുൽ ഔജാ, വളഞ്ഞ അല്ലെങ്കിൽ അപഭ്രംശം സംഭവിച്ച മാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്ന യഥാർത്ഥ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നതും പിന്നെ തൗറാത്തിലുള്ള പരാമർശമാണ്. അതേ പരാമർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിലുണ്ട്. അപ്പൊ ഈ ഇവജ് വലം യജ്അൽ ലഹു ഇവജ എന്നുള്ള ഈ പദം പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആനിലും അതനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ഖയ്യിമൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഈ ആയത്തുകൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പം അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ. അതിനുശേഷം നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന അടുത്ത ആഴ്ച വിശദീകരിക്കാൻ പോകുന്ന ആയത്താണ് അത്, ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ആയത്തുകൾ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, അത് തുടക്കത്തിൽ ആ സ്ട്രക്ചർ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഈ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വിശദീകരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമേ അല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ അത് സൂചിപ്പിച്ചു. ഇപ്പോ വലം യജ്അൽ ലഹു ഇവജ എന്ന പദം മാത്രം എടുത്തിട്ട്, എന്ന ഒരു വാചകം മാത്രം എടുത്തിട്ട് നമുക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ആയത്ത് തന്നെ നോക്കൂ. ഈ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഒരായത്താണ്. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ അത് രണ്ടാമത്തെ വരുന്ന ആയത്താണ്. വയുൻദിറ അല്ലദീന ഖാലു ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ വയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലി ആബാഇഹിം കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അവിടം വരെ ഒറ്റ സെന്റൻസ് ആണ്. എത്ര ആയത്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? 4 or 5 ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. 5 ആയത്ത്. അപ്പൊ ഒരു ആയത്തിന് നമ്മൾ സെന്റൻസ് എന്ന് ഒരിക്കലും അർത്ഥം പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണത്. അതേസമയം ഈ 5 ആയത്തിൽ പറഞ്ഞത് ഒറ്റ സെന്റൻസ് ആണ്. മനസ്സിലായോ? ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു, അതിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, അതിലൊരു വക്രതയില്ല, ഇത് നേരെ ചൊവ്വേ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു, ഇതില് അള്ളാഹുവിന് സന്താനങ്ങളെ കൽപ്പിച്ചവരെ ഇത് താക്കീത് ചെയ്യുന്നു, അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള വാചകം വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അതിനെ ഒറ്റ ഒരു സെന്റൻസിൽ പറഞ്ഞു. ഇനി ഇതിപ്പോ അപ്പൊ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 സെന്റൻസിലൂടെ 5 ആയത്തിലൂടെ ഒറ്റ സെന്റൻസ്, ഒറ്റ ആശയം അള്ളാഹു പറഞ്ഞു. അതേസമയം ആയത്തുദ്ദൈൻ നോക്കൂ, ഒറ്റൊരു കാര്യം ഒരായത്ത് അല്ലെ, ഒരു പേജ് ഉണ്ട് ആയത്തുദ്ദൈൻ അല്ലെ. ആയത്തുദ്ദൈൻ അറിയില്ലേ? സൂറത്തുൽ ബഖറയില ഒരു പേജിൽ അധികം ഉണ്ട്. അപ്പൊ ആ ഒരൊറ്റ സെന്റൻസ് ഒരായത്തിൽ പറഞ്ഞു. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. ഇനി ആയത്തുൽ കുർസി എടുത്ത് നോക്കൂ. വിശുദ്ധ ഖുറാൻ അൽ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൽ 9 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 9 സെന്റൻസ് ഉണ്ട്. ഒറ്റ ആയത്തില് 9 സെന്റൻസ്. ഇവിടെ 5 ആയത്തില് 1 സെന്റൻസ്. ആയത്തുദ്ദൈനില് ഒരു പേജുള്ള ഒരായത്തിൽ 1 സെന്റൻസ്. ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? ഈ വിശുദ്ധ ഖുർആനെ ഇതിന്റെ കംപ്ലീറ്റ്നെസ്സിൽ, ഇതിന്റെ കോംപ്രിഹെൻസീവ്നെസ്സിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അനന്തരാവകാശ നിയമം മാത്രം എടുത്തിട്ട് ആണിന് പെണ്ണിന്റെ ഇരട്ടിയുണ്ട്, ലിദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, അത് മാത്രം എടുത്തിട്ട് ഒരു നവനാസ്തികൻ വെബ്സൈറ്റിൽ കിടന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കിടന്ന് തുള്ളുന്ന കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട്
ഞാൻ എൻ്റെ പെമ്മക്കളെയൊക്കെ ഇപ്പൊ തന്നെ പെമ്മക്കളെയൊക്കെ അവർക്ക് പിന്നെ എന്താ പറയാ എല്ലാ സ്വത്തും ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം എന്താ, അവര് ആയത്തിലൊരു ഭാഗം മാത്രമേ കാണുള്ളൂ. വേറെ ചില ആളുകള് എന്താണ്, എൻ്റെ ഭാര്യനെ ഞാൻ രണ്ടാമത് അല്ലെ വീണ്ടും പോയിട്ട് നിക്കാഹ് കഴിച്ച ഒരാളുണ്ടല്ലോ, ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ. കാരണം എന്താ, അപ്പൊ മൂപ്പര് പറയുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് വിവാഹം കഴിച്ചാൽ ഞാൻ മരിച്ച എൻ്റെ സ്വത്ത് എൻ്റെ ഭാര്യക്ക് കിട്ടും, അല്ലെങ്കിൽ പെമ്മക്ക് കിട്ടും. അപ്പം ഖുർആന്റെ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരായത്ത്, ഏതെങ്കിലും ഒരാശയം ഒറ്റക്ക് എടുത്തിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരായത്തില് 9 സ്റ്റേറ്റ്മെന്റ്, ആയത്തുൽ കുർസി 9 സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അൽ-ബഖറ എപ്പോഴെങ്കിലും പഠിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വിശദമായി മനസ്സിലാക്കാം. ഒരു ഒറ്റ പേജുള്ള ഒരായത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, 5 ആയത്തില് ഒറ്റ സെന്റൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് 5 ആയത്തില്. അപ്പൊ ഇത് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും മനോഹരമായ ഒരു ശൈലിയുടെയും സ്ട്രക്ചറിന്റെയും ബ്യൂട്ടിയാണ് ആ കാണിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ഗ്രാമറും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ സാകല്യത്തിൽ, ഇതിന്റെ കംപ്ലീറ്റ്നെസ്സിൽ, ഇതിന്റെ ഹോൾനെസ്സിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഖുർആനോട് നമുക്ക് വേണ്ടത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അല്ലാതെ അതിന്റെ ഇപ്പൊ കയ്യമൻ ലിയുന്ദിറ ബഅസൻ ഷദീദൻ എന്നൊരു വാചകം എടുത്തിട്ട് നമുക്ക് ഒരിക്കലും ആ വാചകത്തെ മാത്രം വിശദീകരിക്കാൻ സാധ്യമേ അല്ല. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറയാതെ, അതിന്റെ വിശദീകരണം പറയാതെ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാതെ കയ്യമൻ എന്ന ആയത്ത് വിശദീകരിക്കാനേ പറ്റില്ല. അപ്പൊ ആയത്തുകളെ, ഖുർആന്റെ സെന്റൻസുകളെ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നത് ഇടയ്ക്കൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചോ? അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു ഫിഗറേറ്റീവ് യൂസേജ് ആണ്. ഈ പിന്നെ വക്രതയില്ല എന്നുള്ളത് ആലങ്കാരികമായി പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് ഒരു അപഭ്രംശവും സാധ്യമല്ല എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഡോക്ടർ സാമിയർ റായി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, ഈ പിന്നെ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഖുൽനാ ലം യജ്അലില്ലാഹു അൽഫീല ഖർനന, ഇവിടെ നോക്കൂ, വലം യജ്അൽ ലഹു ഇവജ അല്ലെ, ശരിക്കും എങ്ങനെ പറയേണ്ടിയിരുന്ന? വലം യജ്അൽ ഫീഹി ഇവജ എന്ന് പറയേണ്ടിരുന്ന അല്ലെ. ഇതിൽ നമ്മൾ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്ന എന്താ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്ന? ഇതിൽ യാതൊരു വക്രതയും വരുത്തിയിട്ടില്ല എന്നാണ് അല്ലെ. പക്ഷെ ഇതിൽ എന്ന് പറയണമെങ്കിൽ എന്താ പറയേണ്ടിയിരുന്നത്? വലം യജ്അൽ ഫീഹി ഇവജ എന്നാണ് പറയേണ്ടിയിരുന്നത്. മറിച്ച് ഇവിടെ പറഞ്ഞ എന്താ? വലം യജ്അൽ ലഹു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുക? അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതായത് ലഹു എന്നുള്ളത് ശരിക്കും ആ അർത്ഥത്തിൽ, അതായത് പിന്നെ വലം യജ്അൽ ലഹു ഇവജ, ഇതിലേക്ക് അള്ളാഹു യാതൊരു വക്രതയും ചേർത്ത് വച്ചിട്ടില്ല എന്നാണ് നമ്മൾ ശരിക്കും പച്ച മലയാളത്തിൽ അതിന്റെ ലിറ്റററി മീനിങ് പറയുകയാണെങ്കിൽ അർത്ഥം വരെ അങ്ങനെയാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സാമിയർ റായി, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു വിശദീകരണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇത് ഖുൽനാ ലം യജ്അലില്ലാഹു ലിഫീലിൻ ഖർനൈൻ വലം യജ്അൽ ലിബഖറത്തിൻ ഖുർതൂമൻ യഅനി ഹകദാ ഹിയ ഇബ്തിദാഅൻ ഫി അസ്ലി ഖൽഖിഹാ ഫി ഖദ് തകൂനു ബഅദഹ. അതായത് അള്ളാഹു ആനയ്ക്ക് 2 കൊമ്പ് ചേർത്ത് വച്ചിട്ടില്ല. ലിഫീലിൻ ഖർനൈനി, ലം യജ്അലില്ലാഹു ലിഫീലിൻ ഖർനൈനി വലം യജ്അൽ ലിബഖറത്തിൻ ഖുർതൂമൻ, പശുവിന് തുമ്പിക്കൈ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, അസ്ലില് ഒറിജിനലി അങ്ങനെ സംഭവിക്കുക സാധ്യമേ അല്ല എന്നൊരു അർത്ഥമുണ്ട്. അതേസമയം ലം യജ്അൽ ഫിൽ ഫീൽ എന്നാണ് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം പിന്നീട് വേണമെങ്കിൽ അത് സംഭവിക്കാമെന്നാണ്. അത് അറബി ഭാഷയുടെ ഒരു ഫിഗറേറ്റീവ് യൂസേജ് ആണ്, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇവജ്, ഒരു വക്രത, ഒരു ഡിവിയേഷൻ, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വളവ്, ഒരു അപഭ്രംശം, അത് ഈ വേദഗ്രന്ഥത്തിന് ഉണ്ടാവുക സംഭവ്യമേ അല്ല. മനസ്സിലായോ? ഇതിന്റെ അസില്, അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കാൻ സാധ്യമേ അല്ല.
ഒരു നിലക്കും അത് സംഭവ്യമേ അല്ല എന്നുള്ള അർത്ഥം. ദർ ഇസ് നോ പോസിബിലിറ്റി, അബ്സല്യൂട്ട്ലി നത്തിങ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പോസിബിലിറ്റി. ഒരു നിലക്കും ഈ വേദഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള വക്രതയും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് അടിവരയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് വലം യജ് അൽ ഫീഹി ഇവജ എന്ന് പറയുന്നതിന് പകരം വലം യജ് അൽ ലഹു ഇവജ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ലാം സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ആൻ ഇൻഹെറന്റ് ക്വാളിറ്റി ഓഫ് ദ ഖുർആൻ. ഖുർആനിന്റെ ഒരു അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് എന്ത്? ഇതിൽ വക്രത ഉണ്ടാവുക സാധ്യമേ അല്ല. ഏതുപോലെ ആനക്കേ തുമ്പിക്കൈ ഉണ്ടാവുള്ളൂ, പശുവിന് തുമ്പിക്കൈ ഉണ്ടാവില്ല. കൊമ്പ് എന്ന് പറഞ്ഞാൽ ആനയുടെ കൊമ്പല്ല, ഇപ്പൊ കാളയുടെ കൊമ്പ് പോലത്തെ കർണ് എന്ന് പറഞ്ഞാൽ അതാണ് കാളയുടെ കൊമ്പ്. ആ കൊമ്പ് കാളയ്ക്ക് അല്ലെങ്കിൽ പശുവിനെ ഉണ്ടാവുള്ളൂ, അത് ആനയ്ക്ക് ഉണ്ടാവില്ല. ഇത് ഈ പറയുന്നത് പോലെ പ്രകൃതിപരമായി തന്നെ അങ്ങനെയേ ഉണ്ടാകൂ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ഫീഹിക്ക് പകരം ലഹു ഉപയോഗിച്ചത് കൊണ്ടുള്ള അറബി ഭാഷയുടെ ഒരു ഫിഗറേറ്റീവ് യൂസേജ് അങ്ങനെയാണ്. ഇനി അതൊരു ഭാഷാപരമായ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇനി അതിൻ്റെ ഒരു ആശയപരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കലി ഈ വേദഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള അപഭ്രംശവുമില്ല, വക്രതയുമില്ല എന്ന് അള്ളാഹു പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഇതിൻ്റെ ഡിസൈനിൽ തന്നെ, ഈ വേദഗ്രന്ഥത്തിന്റെ ഡിസൈനിൽ തന്നെ യാതൊരു തരത്തിലുള്ള വക്രതയ്ക്കും സ്ഥാനമില്ലാത്ത വണ്ണം ആണ് ഒറിജിനലി അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫീ എന്നാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഭാഷാപരമായ പ്രയോഗത്തിനുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റൂൾ ഔട്ട് ചെയ്തിരിക്കുക. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹുവിന്റെ പദപ്രയോഗങ്ങൾ നോക്കൂ. ഒരു ഫീ അവിടെ ഉപയോഗിച്ചാൽ ഭാഷാപരമായ ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഭാഷയിൽ പോലും, ഉപയോഗത്തിൽ പോലും ഈ വേദഗ്രന്ഥം അടിസ്ഥാനപരമായി തന്നെ യാതൊരു തരത്തിലുള്ള വക്രതയും ഇല്ലാത്തൊരു സംഗതിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കംപ്ലീറ്റ്ലി അടിവരയിട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരണം. ഇതിന്റെ ഒരു പെർഫെക്ഷൻ, ഈ വേദഗ്രന്ഥത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇതിന്റെ അസിലുള്ള സംഗതിയാണ്. അടിസ്ഥാനപരമായി തന്നെ ഈ വേദഗ്രന്ഥം പെർഫെക്റ്റ് ഇൻ ഇറ്റ്സ് എസൻസ്, ഇതിന്റെ സത്താപരമായി തന്നെ ഇത് സമ്പൂർണമാണ് എന്ന്. ഇതിന്റെ അകത്ത് ഈ ഖുർആൻ ഒരു റിവിഷൻ ആവശ്യമുള്ള ഒരു സംഗതിയല്ല. ഒന്ന് റീവിസിറ്റ് ചെയ്യുക. ഒരു കൊല്ലം കഴിയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും കൂടെ കൂടിയിട്ട് ഈ ഖുർആനിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്താലോ, നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തിയാലോ? അങ്ങനെ മനുഷ്യന്മാരാരും കൈകടത്തി എഡിറ്റ് ചെയ്ത് റീഇൻറ്റർപ്രറ്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് ചിലതൊക്കെ ഒമിറ്റ് ചെയ്ത് ചിലതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു നിലക്കും യാതൊരു തരത്തിലുള്ള ഒമിഷനോ ഡിലീഷനോ അഡീഷനോ ഒന്നും വേണ്ടാത്ത ഒരു വേദഗ്രന്ഥമാണ് ഇത് ഖുർആനിന്റെ അടിസ്ഥാനപരമായി തന്നെ ഇംപ്രൂവ്മെന്റ് ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നുള്ളതാണ് വളരെ സുപ്രധാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വലം യജ്അൽ ലഹു ഇവജ എന്ന് പറയുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ സംഗതിയെ സ്ഥാപിക്കാനായിട്ട് ഖുർആനിൽ തന്നെ ഒരു തെളിവുണ്ട്. സൂറത്തു താഹയിലെ 107-ാമത്തെ ആയത്തിൽ ഈ ഇവജ് എന്നുള്ള പദം അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, ഫീ വച്ചിട്ട്. നോക്കൂ, അന്ത്യനാളില് ഭൂമിയെ കുറിച്ച് പറയുന്നത് ലാ തറാ ഫീഹാ ഇവജൻ വല അംത, ലാ തറാ ഫീഹാ ഇവജൻ വല അംത. അന്ന് ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള കുഴി അല്ല, അതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്നൊന്നും താങ്കൾക്ക് കാണുക സാധ്യമേ അല്ല. മറിച്ച് അന്ന് ഭൂമി എന്തായിരിക്കും? നേരെ പരന്ന് നീണ്ടു കിടക്കുന്നതായിരിക്കും. ഫീഹ എന്നാണ് ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ഭൂമി നേരത്തെ വളവും തിരിവും കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണല്ലോ. പക്ഷെ അന്ത്യനാളിൽ ലാ തറാ ഫീഹ ഇവജൻ വല അംത, അന്ന് അതിൻ്റെ അകത്ത് കുഴിയോ കുണ്ടോ കുന്നോ ചരിവോ ഇതൊന്നും ഉണ്ടാവില്ല. ഭൂമി വളരെ ഫ്ലാറ്റ് എർത്ത് ആയിരിക്കും അന്ത്യനാളിൽ. അപ്പൊ അതിന്റെ ഭൂമിയുടെ സ്വാഭാവികമായൊരു കിടപ്പ് എങ്ങനെയാ? കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണ്. പക്ഷെ അന്ത്യനാളിൽ അത് സംഭവിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇവജ്, ഒരു ബമ്പ്, ഒരു ഡിച്ച് അല്ല, ഒരു കുണ്ടും കുഴി അതിൽ ഉണ്ടാവുകയില്ല അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞെടുത്ത്. അതുകൊണ്ടാണ് അവിടെ ഫീഹ പറഞ്ഞത്, പക്ഷെ ഇവിടെ വലം യജ്അൽ ലഹു എന്ന് പറഞ്ഞത്. ആ ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ അത്? ഓക്കെ. അപ്പോ ഭൂമിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കുണ്ടും കുഴിയും
പിന്നെ ചരിവും വളവും ഒന്നും അന്നത്തെ അന്ത്യനാളിൽ കാണുക സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ആ ഇവജ് പെർമനന്റ് ആയിട്ട് അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നില്ല ഭൂമി. പക്ഷെ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ അങ്ങനെ ആക്കിയതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ ഇവജ് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ലാ തറാ ഫിഹ ഇവജ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇത് പെർമനന്റ്ലി ഈ ഖുർആൻ ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള വക്രത ഉണ്ടാവില്ല, ഒരു ഡിവിയേഷൻ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി ലഹു എന്ന പദം പ്രയോഗിച്ചു. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണ് എന്ന് നോക്കൂ. ഇനി ഈ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രാക്ടിക്കലി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ആവുന്നത് അതാണ് നമ്മൾ ഇനി പറയുന്നത്. ഇപ്പം ഖുർആൻ അതിൻ്റെ മെസ്സേജ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ സ്ട്രെങ്ത് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മെയിൻറ്റെയിൻ ചെയ്യുന്ന അർത്ഥം. അതിനൊക്കെ അള്ളാഹു തന്നെ സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു അതിനെക്കുറിച്ച് സൂറത്തുൽ ഹിജ്റിൽ പറയുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ ദിക്ർ, ഈ വേദം, ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പേരാണ് ദിക്ർ. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ ഖുർആന്റെ മീനിങ്, ഇതിന്റെ മെസ്സേജ്, ഇതിന്റെ സന്ദേശം, ഇതിന്റെ ശക്തി, ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ റിസൾട്ട് ഇതൊന്നും നഷ്ടപ്പെടാതെ അള്ളാഹു സൂക്ഷിക്കും എന്നർത്ഥം. അതെ, നാമാണ് അതിനെ സംരക്ഷിക്കുന്നവൻ. അപ്പോൾ അവിടെ ലഹു എന്ന് പറഞ്ഞത് അതിനുള്ള ഒരു സംരക്ഷകൻ നാമാണെന്നുള്ള അർത്ഥം. അപ്പോൾ ആ ലാമ് സാധാരണ സ്വാഭാവികമായിട്ടൊരു ലാമാണ്. അത് ഈ പറഞ്ഞ അർത്ഥവുമായിട്ട് അതിന് ബന്ധമില്ല കേട്ടോ. ഓക്കെ, ഗുഡ് പോയിന്റ്, നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം നിങ്ങൾ. ഇനി അള്ളാഹ് ഇവജ് ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എങ്ങനെയാണോ ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്, സഹാബികൾക്ക് ഈ വേദഗ്രന്ഥം എങ്ങനെയാണോ, അവരുടെ മനസ്സിൽ എങ്ങനെയാണോ ഈ വേദഗ്രന്ഥം സ്വാധീനം ചെലുത്തിയത്, അതേ സ്വാധീനം, അതേ സന്മാർഗം നമുക്കും നൽകാനും നമുക്ക് ലഭിക്കാനും അതിൻ്റെ ഇഫക്റ്റ് ഒട്ടും തന്നെ ചോർന്നു പോകാതെ എല്ലാ തലമുറക്കും അത് ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് ഈ വേദഗ്രന്ഥത്തിന്റെ സ്വാധീനം ആ അർത്ഥത്തിൽ ഒരിക്കലും എന്തായി പോയിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല, മറഞ്ഞു പോയിട്ടില്ല. മറിച്ച് അത് ഇപ്പോഴും അതേ അവസ്ഥയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ, ഇതിലെ സത്യം, അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കൈകടത്തലുകളോ അതിനൊന്നും വെള്ളം ചേർത്തിട്ട് അവതരിപ്പിക്കാനോ ഈ ഖുർആൻ നമ്മളെ അനുവദിക്കുന്നില്ല. ചില ആയത്തുകളും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയണ്ട, ചില ആയത്ത് ഇപ്പൊ പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മളൊരു അപ്പോളജറ്റിക് ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു മാപ്പ് സാക്ഷിയായിട്ട് അത് ഖുർആനിൽ ഒറ്റപ്പെട്ട പ്രയോഗമാണ്, അല്ലെങ്കിൽ അത് അന്ന് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇന്നിങ്ങനെയല്ല, ഇങ്ങനെയൊന്നും അങ്ങനെ ഒരു മാപ്പ് സാക്ഷിത്വ പ്രയോഗം നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ഖുർആന്റെ ഒരു ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേട് മാത്രമായിട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് ഖുർആന്റെ കുഴപ്പമോ ഖുർആനിൽ എന്തെങ്കിലും ഒരു ഇവജുള്ളതിന്റെ തെളിവോ അല്ല, മറിച്ച് അത് സമ്പൂർണമായിട്ടും അത് എല്ലാ കാലത്തേക്കും, എല്ലാ സന്ദർഭങ്ങളിലേക്കും, എല്ലാ മനുഷ്യരിലേക്കും പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഇനി ഈ ഇവജിനൊരു ലീനിങ് എന്ന് പറഞ്ഞല്ലോ, ഒരു ചായ്വ്, ഇതിന്റെ ചായ്വ് എങ്ങോട്ടാ? സത്യത്തിലേക്ക് മാത്രമേ ഉള്ളൂ. സ്നേഹത്തോടു കൂടിയുള്ള, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള, നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ, നിയമങ്ങൾ, അത് ഒരിക്കലും ഹാർഷോ അല്ലെങ്കിൽ ടഫോ ഒന്നുമല്ല. ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള എല്ലാ മൂല്യങ്ങളും, എല്ലാ സത്യങ്ങളും, എല്ലാ കൽപ്പനകളും നമുക്ക് ഈസി ആയിട്ട് പാലിക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഈസി ആയിട്ട് പാലിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ അവഗണിച്ചത് കൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുമോ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് അതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്ന്? വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫാണ്, ഈ കാലഘട്ടത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റാത്ത അത്ര വണ്ണം സമഗ്രവും സമ്പൂർണവും അത്രത്തോളം നീതിയുക്തവുമാണ് ഈ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ, ഇതിൻ്റെ മെസ്സേജ്, ഇതിൻ്റെ സന്ദേശം.
ഇതിൻ്റെ കൽപ്പനകളൊക്കെ ആ അർത്ഥത്തിൽ പരിപൂർണമായിട്ടും എപ്പോഴും എല്ലാ കാലത്തും അപ്ലിക്കബിൾ ആണ്. അത് മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മനുഷ്യരോടുള്ള ഗുണകാംക്ഷയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഏതെങ്കിലും ഒരു വശം, ഏതെങ്കിലും ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ മാറ്റിക്കളയാനോ അത് തെറ്റാണെന്ന് വാദിക്കാനോ, നമുക്ക് പിന്നെ ആ ഒരു വിശദീകരണം തൃപ്തിയായില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ വെറുക്കാനോ അല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ അല്ല എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല. മറിച്ച് ഖുർആന്റെ സത്യം അതെല്ലാ കാലത്തും ഒരേപോലെ അപ്ലിക്കബിളും എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുമാണ്. നമ്മളെല്ലാവരും അടക്കം അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചുള്ള ഈ വേദഗ്രന്ഥത്തിന്റെ ഓരോ വചനങ്ങളും, ആ ഓരോ വചനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വചനങ്ങളാണ്. ആ ആഴ്ന്നിറങ്ങുന്ന വചനങ്ങളെ അങ്ങനെ തന്നെ അന്നത്തെ കാലത്ത് ഏത് രൂപത്തിലാണോ സത്യനിഷേധികൾ അതിനെ മനസ്സിലാക്കിയത്, അതേ രൂപത്തിൽ ഇന്നത്തെ കാലത്തും അതിനെ എതിർക്കാൻ ആളുകളുണ്ട്. പക്ഷേ സഹാബെ കിറാം എങ്ങനെയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് സഹാബെ കിറാം എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേപോലെ നമുക്കും ഉൾക്കൊള്ളാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം, അതാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജന്മദിനം എന്ന് വിളിക്കുന്ന ഒരു ദിനം ഉൾക്കൊള്ളുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ചെയ്യേണ്ടത്, ഈ സൂറത്തുൽ കഹ്ഫ് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അള്ളാഹു തന്റെ അബ്ദിനെ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ ഒരു ഇവജുമില്ലാതെ, ഒരു വക്രതയുമില്ലാതെ മറ്റു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം കൂടി നമുക്കുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന്റെ കേശം എന്ന പേരിൽ, മുടി എന്ന പേരിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അത് വളർന്നു, അത് എത്ര സെന്റിമീറ്റർ വളർന്നു, എന്നിട്ട് അതിന്റെ പേരിൽ ഒരു വലിയ കച്ചവടവും വ്യാപാരവും വിപണന തന്ത്രങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഏറ്റവും അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടിക്ക് അള്ളാഹു അവതരിപ്പിച്ച ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വേദഗ്രന്ഥത്തെ അത് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് അതേപോലെ സമർപ്പിക്കുന്നത് ആണ് ഈ കാലഘട്ടത്തിലെ ഉമ്മത്തിന്റെ ദൗത്യം എന്നതുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു ഉദ്ദേശം. അതാണ് വലം യജ്അൽ ലഹു ഇവജ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ലല്ലോ. കാരണം ഇതിൽ ഇവജ ഇല്ല എന്ന് പറയാൻ കാരണം, ഇപ്പോ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കും. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പബ്ലിക്കലി നമ്മുടെ ഒരു തെറ്റ് ആരെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ എത്രയോ മാത്രം ഒരു എംബരാസ്മെന്റ് ആയിരിക്കും നമുക്കത്. അതിന് എൻ്റെ ഒരു തെറ്റ്, ഞാനിപ്പോൾ ഈ പറയുന്ന വിശദീകരിക്കുന്നതിൽ ഒരു തെറ്റ്, നിങ്ങൾ ആരെങ്കിലും കുറച്ച് പേര് കൂടിയിട്ട് അത് ഡിസ്കസ് ചെയ്യും, അത് പബ്ലിസൈസ് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഈ ഖുർആനിൽ നോക്കൂ, ഈ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് റിപ്രിമാൻഡ് ചെയ്യുന്ന, പ്രവാചകനെ തിരുത്തുന്ന വചനങ്ങൾ അള്ളാഹു ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അബസവത്തവല്ല എന്ന സൂറത്ത് എന്തിനെ കുറിച്ചാ പറയുന്നത്? അബസവത്തവല്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ അദ്ദേഹം കടന്നു വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായിട്ടൊന്ന് മുഖം തിരിച്ചു. അത് ആ റസൂലിനെ തിരുത്തുന്ന ആ നടപടി, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തിരുത്തുന്ന ആ നടപടി ലോകത്ത് ഇനി വരാനിരിക്കുന്ന ബില്യൺ കണക്കിന് മുസ്ലിങ്ങൾ വായിക്കുന്ന രൂപത്തിൽ ഈ വേദഗ്രന്ഥത്തിൽ വളരെ പരസ്യമായിട്ട് അള്ളാഹു എഴുതി വെച്ചു. എന്നിട്ട് റസൂലിന് അതിനെ സംബന്ധിച്ച് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ആ റസൂൽ തന്നെ അത് നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട് ആ സൂറത്ത്. അതുകൊണ്ടാണ് അബുദാകണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഈ വേദഗ്രന്ഥം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അബുദാവണം. അബുദാവ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ നമ്മുടെ വിഷയത്തിൽ കൽപ്പിച്ചത്
അത് പരിപൂർണ മനസ്സോടുകൂടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം. റസൂലിന് അത് ഉണ്ടായി എന്നുള്ളതാണ് റസൂലിന് ഈ വേദഗ്രന്ഥം അവതരിക്കാനുള്ള കാരണം. നമുക്കിനി വേദഗ്രന്ഥം നമ്മളെ അള്ളാഹു അങ്ങനെ തെരഞ്ഞെടുത്തിട്ടില്ല. പക്ഷെ ഈ വേദഗ്രന്ഥത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അബുദാവണം. ഈ വേദഗ്രന്ഥത്തെ യാതൊരു തരത്തിലുള്ള വക്രതയും ഇല്ലാതെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമ്മളും അബുദാവുക. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഈ വലം അല്ലഹു ഇവജ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ചോയ്സ് അള്ളാഹു ഇതിൽ കൊടുത്തിട്ടില്ല. സത്യനിഷേധികളോട് പറയുന്നുണ്ട്, കുൽ ലില്ലദീന കഫറു, സത്യനിഷേധികളോട് പറയൂ, സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം, നിങ്ങൾ അതിജയിക്കപ്പെടും, നിങ്ങൾ നരകത്തിലേക്ക് നയിക്കപ്പെടും. വബിഅ്സൽ മിഹാദ്, എത്ര മോശപ്പെട്ട സങ്കേതമാണ് അത്. അത് അങ്ങനെ തന്നെ പറയാൻ അള്ളാഹ് കൽപ്പിക്കണം. അത് പറഞ്ഞേ പറ്റൂ. നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കാം. ഇപ്പൊ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം പോയിട്ട് അവരുടെ വിവരം അന്വേഷിക്കാം, വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം, അല്ലെ? അങ്ങനെ പതുക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ റസൂലിനോടുള്ള പറഞ്ഞെന്താ? ഇത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം എന്നുള്ളതാണ്. മൂസാ നബീനോട് പറഞ്ഞ എന്താ? ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലണം, എന്നിട്ട് പറയണം, ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. മൂസാ നബീനോട് പറയുന്നത് അവിടെ ചെന്നിട്ട് കൊട്ടാരത്തിലെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനല്ല പറയുന്നത്, മറിച്ച് അവനോട് പറയണ്, നീ അതിക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു, ബനൂ ഇസ്രായേലിനെ എനിക്ക് വിട്ടുതരണം, അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്, നീയല്ല റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവജില്ലാത്ത വർത്താനം എന്ന് പറഞ്ഞാൽ. അതാണ് പറയുന്ന സത്യം നേരെ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ നമുക്ക് ആ പ്രവാചകന്മാരുടെ കൽപ്പന അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മളങ്ങനെ എല്ലായിടത്തും കടന്നു നിന്ന് പറയണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹിക്മത്തും മൗഇദത്തുൽ ഹസനത്തൊക്കെ ഉപയോഗിക്കാം. പക്ഷെ പ്രവാചകന്മാർക്ക് അത് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശം അതാണ് അലാ അബ്ദ് കിതാബ വലം യജ്അൽ ലഹു ഇവജ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള, അത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ദൗത്യം പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വേദഗ്രന്ഥത്തിന് ഒരു വാക്ക് പോലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടോ, ഒരു സെന്റൻസ് പോലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടോ, ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിലേതെങ്കിലും സന്ദേശത്തെ മറച്ചു വെക്കാനോ, ഇത് കുറച്ച് പിന്നീട് പറഞ്ഞാൽ മതി എന്ന് പറയാനോ ഒന്നിനും ഒരവസ്ഥയില്ലാത്തവണ്ണം വളരെ പെർഫെക്റ്റ് ആയിട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു വേദഗ്രന്ഥമാണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയണത്, ഇത് അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥത്തിന്റെ വാല്യൂസിന്, അതിൻ്റെ മൂല്യങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുക, അത് ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു വെക്കാതെ അവതരിപ്പിക്കുക എന്ന ഏറ്റവും സുപ്രധാനമായ ദൗത്യമാണ് ഈ ആയത്ത് വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏൽപ്പിക്കുന്നത്. പ്രവാചകന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യം, പക്ഷെ അവർ നിർവഹിച്ച പോലെ ആയിരിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം നിരന്തരം ഈ കാര്യം പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന്, അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേക കാവലും പ്രത്യേക സംരക്ഷണമൊക്കെ അവർക്കുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേദഗ്രന്ഥത്തിലെ മൂല്യങ്ങളെ മറച്ചു വെക്കാൻ പറ്റില്ല, പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വ്യത്യസ്ത രീതികൾ സ്വീകരിക്കാം. പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതികളുണ്ട്. ആളുകളെ അത് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മദ്യം നിരോധിച്ചത് ഒറ്റയടിക്കല്ലല്ലോ, അല്ലെ? മദ്യം മൂന്ന് ഘട്ടമായിട്ടാണ് നിരോധിച്ചത്. വേണമെങ്കിൽ അള്ളാഹുവിന് പറയാം ഒറ്റയടിക്ക് തന്നെ മദ്യം ഹറാമാണെന്ന് പറയാം. പക്ഷെ അത് പറയാതെ ആദ്യം പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് ഇസ്മുഹുമാ വഅക്ബറു മിൻ നഫിഹിമാ ഖംർ വൽ മൈസിർ, അല്ലെ? മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച്. അപ്പോൾ അവർ ചോദിക്കുന്നത്, അപ്പോൾ ആദ്യം ഒരു ഉപദേശമാണ് കൊടുത്തത്. ഇസ്മുഹുമ, അതിന്റെ പാപം അതിന്റെ നന്മയേക്കാൾ ഉത്തമമാണ്, അല്ലെങ്കിൽ അതിന്റെ ഉപകാരത്തെക്കാൾ ഉത്തമമാണ്. അതിന്റെ ഉപദ്രവം എന്നല്ല പറഞ്ഞത്, അതിന്റെ പാപം എന്നാ പറഞ്ഞത്. അതായത് ഖംറും മൈസിറും, അല്ലെ? ഈ ചൂതാട്ടവും മദ്യവും അതിന്റെ പാപം, അത് ഇൻഹെറന്റ്ലി ഈവിളാണ്. എല്ലാ ഈവിളായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും ഈവിളായിക്കൊണ്ടെന്നില്ല. അപ്പൊ ഉദാഹരണത്തിന് പന്നിമാംസം എന്തല്ല? ഈവിളല്ല, ഇസ്മല്ല, പാപമല്ല, പക്ഷെ അത് വേറെ നിലക്കാണ് അത് ഹറാമാകുന്നത്. അതുകൊണ്ട് ഒരു പന്നി അള്ളാന്റെ സൃഷ്ടിയാണല്ലോ, പന്നി എന്ന് പറയുന്നത് അള്ളാന്റെ സൃഷ്ടിയാണ്, പക്ഷെ പന്നി മാംസമാണ് നമുക്ക് നിഷിദ്ധമായി. അതുപോലെയല്ല മദ്യം. മദ്യം എന്ന് പറയുന്നത് അത് ഇൻഹെറന്റ്ലി ഈവിളാണ്, അടിസ്ഥാനപരമായി തന്നെ അത് പാപമാണ്. പന്നിയെ നമ്മൾ കാണുമ്പോൾ
അത് അള്ളാഹിന്റെ ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെയല്ല മദ്യം ആളുകൾ പിഴിഞ്ഞുണ്ടാക്കുന്ന അത് വേറൊരു അള്ളാഹിന്റെ പല പല വസ്തുക്കളെയും അവർ രൂപമാറ്റം വരുത്തി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അത് ഈവിളാണ്. മനസ്സിലായോ? ചൂതാട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈവിളാണ്. സ്വയം തന്നെ അത് ഈവിളാണ്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്. അപ്പൊ ഇത് ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച അല്ലെങ്കിൽ അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തന്ന വഴികളുണ്ട്, വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ ഈ ഖുർആൻ ഉപയോഗിച്ചിട്ട് നേരായ വഴിയിലേക്ക് നയിക്കുമ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദലീലൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നീ നന്നായിക്കോ, ഒന്നുകിൽ നീ നരകത്തിൽ അല്ലെങ്കിൽ നീ സ്വർഗത്തിൽ, എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഈ ഖുർആൻ കൊണ്ട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളോട് നിരന്തരമായി ജിഹാദ് ചെയ്യണം. എങ്ങനെയാ? നിരന്തരമായി ഉപദേശിക്കേണ്ടി വരും, നിരന്തരമായി അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടി വരും, നിരന്തരമായി അവരെ ഇത് മനസ്സിലാക്കാൻ സഹായിക്കേണ്ടി വരും. എന്നിട്ടും ചിലപ്പോൾ ആളുകൾ ഉൾക്കൊണ്ടില്ല എന്ന് വരും. പക്ഷെ അപ്പോഴും അവരെ വെറുക്കാതിരിക്കുക, അവരുടെ ആ ദുസ്വഭാവങ്ങളെ മാത്രം വെറുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ ആളുകൾക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഒരു വലം യജ്അലഹു ഇവജ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആന്റെ ഐഡിയകൾ, ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ, ആശയങ്ങൾ അത് പെർഫെക്റ്റ് ആണ്. നമ്മളും പെർഫെക്റ്റ് അല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന ആളുകളും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ആ ഐഡിയയെ പെർഫെക്റ്റായി മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്ന ദൗത്യം, നമ്മൾ സ്വയം തന്നെ ആ ഐഡിയയെ ഉൾക്കൊള്ളുന്നത് പോലെ മറ്റുള്ളവരെ അത് മനസ്സിലാക്കാൻ സഹായിക്കുക എന്നൊരു ദൗത്യം കൂടി നമുക്കുണ്ട്. അതാണ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദൗത്യം. അതാണ് വലം യജ്അലഹു ഇവജ എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഉൾക്കൊള്ളുന്ന ഒരു വശം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മനോഹരമായ അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സന്ദേശം, അതിൻ്റെ മനോഹാരിത, അതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മർഹൂമ واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته.